ഹായ് വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ആദ്യം തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൻ്റെ 2 സൈഡ് ഭാഗങ്ങൾ വെക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്തത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പം നെക്കും അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ ലൈനിങ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ബാക്ക് വശവും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാക്കിലെ വശം ഓപ്പൺ ആണ്, അതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്ക് വശത്തിൻ്റെ മറ്റൊരു ഭാഗം ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതുണ്ട്. ലോങ് വീഡിയോ ആക്കണ്ട എന്ന് കരുതിയാണ് ഒരു ഭാഗം മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി സ്ലീവിൻ്റെ ഭാഗം മടക്കി തുന്നുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് വെക്കുന്നില്ല. അടുത്തത് ബാക്ക് വശത്തെ ഓപ്പൺ ഭാഗത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അടിക്കുന്നത് ഹുക്സിൻ്റെ ഭാഗത്തുള്ള ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വശത്ത് വേണം ഓപ്പണിൻ്റെ ആ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് മടക്കി തുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഹുക്സ് എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഐ വെക്കുന്ന ഭാഗവും വേറെ തന്നെയാണ്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ കാണിക്കുന്നത് ഐ വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈനിങ് വെച്ച ഭാഗത്ത് വേണം എക്സ്ട്രാ പീസ് വെച്ചിട്ട് തുന്നാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രണ്ടിലെ 2 സൈഡ് ഭാഗങ്ങളും ജോയിൻ ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ വെച്ച് ചെയ്യുമ്പം കറക്റ്റ് ആണോ എന്ന് ഒന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ്. ഈ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ആം ഹോളൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്ക് ഭാഗം ഫിനിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ക്രോസ് പീസുകൾ കുറച്ചെണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം റൗണ്ട് നെക്കൊക്കെ വെളിഞ്ഞ് നിൽക്കാതെ ഭംഗിയായി നിൽക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ കുറച്ചധികം പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ബാക്കി ഭാഗം വരുന്നത് നോക്കി ക്രോസ് ആക്കി എടുക്കുക ചെയ്തത്. വലിയ നെക്കായത് കൊണ്ട് തന്നെ ഞാൻ അളക്കൊന്നും ചെയ്തിട്ടില്ല. ചെറിയ പീസേ ഉള്ളൂ എങ്കിൽ അത് അളന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ബാക്ക് വശത്ത് ചെണ്ട് വെക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള പീസാണ് ഇപ്പം ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ചെണ്ട് വെക്കേണ്ട നീളം പീസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഒന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം സാധാരണ നാടയെല്ലാം തുന്നുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. ശേഷം നെക്ക് ഭാഗത്ത് ഫുള്ളായിട്ട് ആ ഒരു ക്രോസ് പീസ് ജോയിൻ ചെയ്തതെടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല ഭാഗത്ത് വരുന്നത് പോലെ വേണം ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ബാക്ക് വശത്തുള്ളൊരു ചെണ്ട് അവിടെ വെക്കേണ്ടതുണ്ട്. അല്ലാതെ നോർമലായി നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെച്ചാലും മതി. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്.
ഇനി അത് മെയിൻ ക്ലോത്തിൻ്റെ അകത്ത് കാണാത്ത രീതിയിൽ വേണം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ലീവിൻ്റെ ഭാഗം കറക്റ്റാണോ നോക്കുക, അതല്ലെങ്കിൽ കറക്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റേതിന് 5.5-6 ഇഞ്ച് വേണ്ടതുണ്ട്. അതുപോലെ ഷോൾഡർ 2.5 വേണ്ടു. അപ്പോൾ 3 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇനി സ്ലീവ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാഗം മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. മറ്റൊരു വശം അതുപോലെ കറക്റ്റാക്കി ആം ഹോളൊക്കെ കട്ട് ചെയ്ത് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫുള്ളായി ജോയിൻ ചെയ്യുക. അതിനുശേഷം താഴത്തെ ഭാഗത്ത് എക്സ്ട്രാ പീസ് വെച്ച് വേണം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവർ ക്യാൻവാസ് വെക്കുന്നതുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ബോർഡർ ഭാഗത്ത് തന്നെ കുറച്ചധികം വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്യാൻവാസ് വെക്കുന്നില്ല. വെയിറ്റ് ഇല്ലാത്ത നോർമൽ പീസാണെങ്കിൽ ഒന്ന് ക്യാൻവാസൊക്കെ വെച്ച് അയൺ ചെയ്ത് ഇവിടെ വെക്കാവുന്നതാണ്. രണ്ട് വശവും ജോയിൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പം കട്ടിംഗ് പാർട്ടിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഇവിടെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ടക്ക് വെക്കുന്നതാണ് കാണിക്കുന്നത്. ബാക്ക് വശത്ത് ജോയിൻ ചെയ്ത ഭാഗം തൊട്ട് ഹുക്ക് വരുന്ന ഭാഗം വരെയുള്ളതിൻ്റെ നേരെ പകുതി വേണം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണിക്കുന്നത് താഴത്തെ ഭാഗം ജോയിൻ ചെയ്യാനുള്ള പീസാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് നല്ല വശത്ത് വെച്ചിട്ട് വേണം ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ലൈനിങ് ഭാഗത്തേക്ക് മടക്കി ഫിനിഷ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.